ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അബ്ബാസ്. തൃശ്ശൂർ ജില്ലയിലാണ് എൻ്റെ സ്ഥലം. എല്ലാവർക്കും എന്നെ അറിയുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയില്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അറിയാം. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഒരു വീഡിയോ ചെയ്യാൻ വന്നത് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ, അതുപോലെ എല്ലാവർക്കും ഉപകാരത്തിൽപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ വന്നത് വീഡിയോ ചെയ്യാൻ. ഒരു അലർജി സംബന്ധമായിട്ടുള്ള അസുഖം എനിക്കുണ്ടായിരുന്നു. തുമ്മൽ, അതുപോലെ ചുമ, വിട്ടുമാറാത്ത തുമ്മലായിരുന്നു. അപ്പോൾ എനിക്ക് അലർജി സംബന്ധമായിട്ട് കിട്ടിയത്, ഞാൻ ഗൾഫിലായിരുന്നു പണ്ട്. അപ്പോൾ 10-15 വർഷം അവിടെ ഗൾഫിലുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ പൊടിപടലങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും കഴിച്ചിട്ട് കിട്ടിയതാണ് എനിക്ക്. അങ്ങനെ നാട്ടിൽ വന്നിട്ടും മാറണില്ല. അങ്ങനെ ഡോക്ടർമാരെ കാണിച്ചു, ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചിട്ട് എനിക്ക് ഡോക്ടർമാർ ENT ഡോക്ടറെ വരെ കാണിച്ചു. അപ്പോൾ മൂക്കിൻ്റെ എല്ലിന് വളവുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അലർജി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഓപ്പറേഷൻ ചെയ്തില്ല, ഗ്യാരണ്ടി തരാൻ പറ്റാത്ത കാരണം. അപ്പോൾ നമുക്കൊരു മനുഷ്യ ശരീരത്തിൽ 100-150 പോയിൻ്റാണ് ഒരു ആൾക്ക് അലർജി. എനിക്ക് 2000 ചില്ലാനും പോയിൻ്റ് ഉണ്ടായി. അപ്പോൾ ഭയങ്കര അലർജി ആയിരുന്നു. അവർ പറഞ്ഞ പോലെ കുറേ ടെസ്റ്റുകൾ നടത്തി, കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ ക്രമീകരണങ്ങൾ പറഞ്ഞു, അതൊക്കെ ചെയ്തു. എന്നിട്ടും മാറണില്ല. നല്ല തുമ്മലായിരുന്നു. അതുപോലെ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ ചൂട് കൊണ്ട പ്രശ്നം, തണുപ്പ് കൊണ്ട പ്രശ്നം, ഫാനിട്ട് കിടന്ന പ്രശ്നം, അങ്ങനത്തെ കുറേ പ്രോബ്ലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിൽ എനിക്ക് ചുമ വന്നു. ചുമ വിട്ട് മാറാണ്ടായി. അങ്ങനെ 3 നേരം നെബുലൈസേഷൻ ചെയ്യലായി. എന്നിട്ടും മാറണില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു പോസ്റ്റ് കണ്ടു, ഞാൻ ആഡ് കണ്ടു FBയിൽ. കോഴിക്കോടുള്ള ഡോക്ടർ സിനീറ ആയുർവേദ ക്ലിനിക്, പ്രതീക്ഷ ആയുർവേദ ക്ലിനിക്, ഡോക്ടർ സിനീറ എന്നാണ് പേര്. അപ്പോൾ ആളെ വിളിച്ചപ്പോഴാണ്, ആൾ ഒരുപാട് പേരെ ഇങ്ങനെ മാറ്റിയതിൻ്റെ ഇടയ്ക്ക് കണ്ടപ്പോഴാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ആൾ മാറ്റി തരാമെന്ന് ഗ്യാരണ്ടി പറഞ്ഞു. കണ്ടിന്യൂറ്റി മരുന്ന് കഴിക്കുക അങ്ങനെ പറഞ്ഞു. അങ്ങനെ ചുമയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിൽ പച്ചില കൊണ്ട് അരച്ച് ഒരു ആയുർവേദിക്ക് നമ്മളെ നാട്ടുവൈദ്യന്മാരൊക്കെ ചെയ്യുന്ന പോലത്തെ കുഴമ്പ് രൂപത്തിലുള്ള ഒരു ടോണിക് ഉണ്ടായി, പച്ചില കൊണ്ട് അരച്ച. അതും അതുപോലെ ഒരു ടാബ്ലറ്റ്. ചുമയ്ക്കുള്ളത് എനിക്ക് 1 മാസം കഴിക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ തന്നെ എൻ്റെ വിട്ടുപോയി. ടാബ്ലറ്റ് എനിക്ക് ഇത്ര 15 വർഷമായിട്ട് പഴകിയിട്ടുള്ള തുമ്മലായതുകൊണ്ട് എനിക്ക് കുറച്ചാൾ കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു വർഷത്തിന് മേലെ ഇപ്പോൾ കഴിക്കണ. കാലത്തും ഒരെണ്ണം, വൈകിട്ട് ഒരെണ്ണം, അങ്ങനെ കഴിച്ചായിരുന്നു. അതിപ്പോൾ 1 വർഷം ആയപ്പോഴേക്കും എൻ്റെ വിട്ട് ഫുള്ള് പൂർണ്ണമായിട്ട് തന്നെ മാറിയെന്ന് പറയാം. അപ്പോൾ 1.5 ആക്കി. ഇനി ഡോക്ടർ പറഞ്ഞത് അത് ആഴ്ചയിൽ 1 ദിവസം ആക്കി തരാം, അത് കഴിഞ്ഞ് മാസത്തിൽ 1 ദിവസം അങ്ങനെ നിർത്താം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പഥ്യം പറഞ്ഞത് കോഴിമുട്ട, തൈര്, പാല്, മുട്ട, അതൊക്കെയാണ് പഥ്യം പറഞ്ഞത്. പിന്നെ വേറെ മുന്തിരി. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് പാലൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു. പാലൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങി. ഇപ്പോൾ ഞാൻ ഏകദേശം ഇടയ്ക്കൊക്കെ കോഴിമുട്ട കഴിക്കട്ടെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല, എനിക്ക് തോന്നണില്ല. അപ്പോൾ നല്ല കോൺഫിഡൻസാണ്. അപ്പോൾ ആരോഗ്യത്തിനും നല്ലത്, നമ്മുടെ ഹെൽത്തൊക്കെ നല്ല സുഖമായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ, തുമ്മൽ, ജലദോഷം, തുമ്മൽ, ചീറ്റൽ, അതുപോലെ ചുമ, തൊണ്ട ചൊറിച്ചിൽ, ശരീരാകെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പ്രശ്നങ്ങൾ, പിന്നെ ഒരുപാട് അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ആൾ മാറ്റി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നേരിട്ട് വിളിച്ച് അല്ലാതെ അറിയുള്ളൂ. ഞാൻ നമ്പർ തരാൻ തരും, നമ്പർ പറയാം: 9447892900. അപ്പോൾ ഡോക്ടർ സിനീറ, കോഴിക്കോട്. ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ വിളിച്ചോ, എന്നിട്ട് സംസാരിക്കുക. എന്തായാലും നിങ്ങളുടെ അലർജി മാറും എന്ന് ഉറപ്പാണ് കേട്ടോ.